ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പിന്നെ എന്താണ് ഇപ്പം ഞാനിന്നിപ്പോൾ വന്നിരിക്കുന്നത് ഒരു പൊക്കവടൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ എന്താണ് കുറേ ദിവസമായില്ല ഇപ്പം നമ്മൾ വീഡിയോയിലൊന്നും വരാതെ, എന്ന് വെച്ചാൽ ഓരോ തിരക്കിലായി പോയിട്ടാണ്. എല്ലാവരും ക്ഷമിക്കുക. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ എന്താണ് ലൊക്കേഷനൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ കിച്ചണിലായിരുന്നു നമ്മൾ ചെയ്യൽ. അപ്പോൾ അവിടെ എന്താ വെളിച്ചത്തിൻ്റെ കുറവുണ്ട് എന്നുള്ള പരാതിയായപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊന്ന് മാറ്റി പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും കമൻറ്റ് ചെയ്യാം. എന്നാൽ പിന്നെ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് എടുക്കുന്നത് ഒരു 250 ഉള്ളിയാണ് ഞാൻ എടുത്തത്. ഒരു കപ്പ് നിറയല്ല, ഒരു കഷ്ടിച്ച് ഉള്ള പിന്നെ ഒരു 3/4 കപ്പിൻ്റെ മുകളിലായിട്ടുള്ള കടലപ്പൊടിയാണ് ഞാൻ എടുത്തത്. അതായത് ഒരു 150 ഗ്രാം കടലപ്പൊടി ഉണ്ടാവും. 150 ഗ്രാം പത്തിരിപ്പൊടിയാണ് ഞാൻ ഇടുന്നത്. പിന്നെ ഈ കടലപ്പൊടി നിങ്ങൾ ഇടുമ്പോൾ പിന്നെ വേറൊന്ന് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, കടലപ്പൊടി നമുക്ക് കിട്ടുന്നത്, കടലപ്പൊടിയിൽ നിന്ന് നമ്മൾ കടയിൽ പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ കടലപ്പൊടി അവർ തരും. പക്ഷേ അത് പീസ് പരിപ്പിൻ്റെ പൊടി ഉണ്ടാവും. പീസ് പരിപ്പിൻ്റെ പൊടിയാകുമ്പോൾ നമുക്കെന്താണ് തരിതരിപ്പുണ്ടാവും. നമുക്കിതിപ്പോൾ അങ്ങനെ പിന്നെ എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ അത് നല്ല രസമായിട്ടുള്ള പൊടിയാണിത്. പിന്നെ അതുകൊണ്ട് മറ്റേ ദേശം തരിതരിപ്പുണ്ടാവും. അത് നമ്മൾ ഇട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ അതിൽ പൊക്കവടയ്ക്കായാലും ഉള്ളിവടയ്ക്കായാലും ഉറപ്പായിരിക്കും. അതുകൊണ്ട് കടലപ്പൊടി നിങ്ങൾ നോക്കി വാങ്ങുക, പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇടുന്നത് ഒരു കപ്പിൽ മൈദപ്പൊടിയും കൂടിയാണ് ഇടുന്നത്. പിന്നെ അതിലേക്ക് ഇപ്പം ഞാൻ ഇടാൻ പോണത് പിന്നെ പച്ചമുളകാണ്. ഒരു 3 പച്ചമുളക് ഞാൻ എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞതാണ്. പിന്നെ ഇത് ഒരു കഷ്ണം ഇഞ്ചിയാണ്. പിന്നെ ഇത് കുരുമുളക് പൊടിയാണ്. ഇത് ഒരു കഷ്ണം നാരങ്ങയാണ്. ഇതിലേക്കൊന്ന് പിഴിഞ്ഞ് കൊടുക്കണേ. പിന്നെ ഉപ്പ്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഒക്കെ ഒരു അര ടേബിൾ സ്പൂൺ വീതം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തത് ഒരു ഒരു ടീസ്പൂണ് ബിരിയാണി മസാലയാണ് കേട്ടോ ഞാൻ എടുത്തത്. പിന്നെ മല്ലിച്ചപ്പ്, പിന്നെ ഒരു 2 തണ്ട് മല്ലിച്ചപ്പ്, 1 തണ്ട് പുതിനച്ചപ്പ്, ഒരു 2 തണ്ട് കറിവേപ്പില, ഇതെല്ലാം കൂടി ഞാൻ അരിഞ്ഞ് വെച്ചതാണ്. ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇടുകയാണേ. അപ്പോൾ ഞാൻ ഇതിലേക്ക് അടുത്ത ഇടുന്നത് 2 കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചതാണ് കേട്ടോ. കാരണം നമ്മൾ കേടുള്ള കോഴിമുട്ട എന്നാണ് നമുക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കോഴിമുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ട് അത് ഇതിലേക്ക് ഒഴിക്കുകയാണേ. അപ്പോൾ നമുക്കിതൊന്നിൽ എല്ലാം കൂടി ഒന്ന് മിക്സായി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് എന്താക്കാം, ഒരു ഇച്ചിരി നാരങ്ങൻ്റെ നീരും കൂടി, ഒരു മുറി നാരങ്ങ ഒന്ന് ഞെക്കി പിഴിഞ്ഞെടുക്കാം. നമുക്കിത് കുഴച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇത് വേഗം സാധനം പാത്രത്തിലേക്ക് ഇടുക, കുഴച്ചൊക്കെ റെഡിയാക്കുക. ആ ഒപ്പം തന്നെ നമ്മൾ ചീനച്ചട്ടി അടുപ്പത്തേച്ച് ചൂടാക്കിയിരിക്കണം. അതിലേക്ക് വേഗം ഇടുക. കാരണം ഉള്ളി വേഗം ലൂസായിപ്പോയി പിന്നെ വെള്ളം പോലെ അങ്ങനെ എടുത്തിടണം. ആ ബുദ്ധിമുട്ടാണ്. അപ്പം പിന്നെ നമ്മളതിൽ വേറെ പൊടിയൊന്നും ഇട്ടിട്ടുണ്ടെച്ചാലൊന്നും ബസാവില്ല. പിന്നെ അപ്പോൾ നമുക്ക് എന്താക്കാം, ഇത് പൊരിക്കാൻ നോക്കാം കേട്ടോ. അപ്പം നമ്മളെ എണ്ണ ചൂടായിട്ടുണ്ട്. പിന്നെ നമ്മളെന്നാൽ ഇത് പൊരിക്കാൻ നോക്കാം കേട്ടോ. അങ്ങനെ കുറച്ചങ്ങനെ എടുത്തിട്ട് പിന്നെ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാനിതിൽ അപ്പക്കാര ഇട്ടിട്ടില്ല. അപ്പക്കാര പിന്നെ എന്താ പറയുക, നിങ്ങൾക്ക് പിന്നെ ഒരു പേരിന് അപ്പക്കാര ഇട്ടാൽ ഇതൊന്ന് മിനുങ്ങും. ഒന്നുകൂടി ഒന്ന് മിനുങ്ങി ഒരു ഭംഗി കൂടും കേട്ടോ. ഭംഗി കൂടെ എന്തായാലും ഒരു പേരപ്പക്കാർ ഇട്ടാലും. അപ്പക്കാരിട്ടാണോ നിർബന്ധമൊന്നുമില്ല. ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടാൻ ബുദ്ധിമുട്ടാണ്. ഇതിങ്ങനെ ഒരു പാകത്തിനെ വരാവും. അധികം ലൂസായി പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താക്കാം, ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഇട്ട്
അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാനീ എടുത്ത എണ്ണ രുചി ഗോൾഡാണ് എടുത്തത്. അതുകൊണ്ട് നിങ്ങൾക്ക് സൗകര്യമുള്ള എണ്ണയിൽ പൊരിക്കുക. വെളിച്ചെണ്ണ പൊരിക്കുന്ന ഏറ്റവും നല്ല ടേസ്റ്റ് ആയിരിക്കും. വെളിച്ചെണ്ണ പൊരിച്ചാൽ അതിൻ്റെ സ്മെല്ല് കേട്ടാൽ തന്നെ മതി. പിന്നെ വെളിച്ചെണ്ണ പൊരിക്കാൻ നല്ല രസമായിരിക്കും. പിന്നെ ഞാൻ പിന്നെ രുചി ഗോൾഡിലാണ് ഞാൻ പൊരിക്കൽ. അതുകൊണ്ട് ഞാൻ രുചി ഗോൾഡ് എടുത്തത്. അത് നിങ്ങൾക്ക് നിങ്ങളെ സൗകര്യമുള്ള എണ്ണയിൽ പൊരിക്കാം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കടിയാണ്, വേഗം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന. എപ്പോഴും നമ്മളെ വീട്ടിലെ എപ്പോഴും പുള്ളിയൊക്കെ ഉണ്ടായിരിക്കുന്ന സാധനമാണ്. അതൊക്കെ രണ്ടെണ്ണം എടുക്കുക. വേഗം വൈകുന്നേരത്തേക്കുള്ള ചായക്ക് പലഹാരമായിട്ട് വേഗം ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന സാധനം. ഇപ്പം ഇഷ്ടം പോലെ പാർസലൊക്കെ പോകുന്ന സാധനമാണ് എൻ്റെ കടയിൽ. അപ്പോൾ നമ്മളുണ്ടാക്കിയ കടലപ്പൊടി എന്ന് പറഞ്ഞാൽ ഒരുപാട് പിന്നെ കടലപ്പൊടി ഇടരുത്. കടലപ്പൊടി നല്ല സാധനമാണ്, ശരിയാണ്. പക്ഷേ കടലപ്പൊടി ഇതിന് ആവശ്യത്തിനേ പാടുള്ളൂ. അല്ലാണ്ട് ഈ എന്താ വെച്ചാൽ മിച്ചറൊന്നും പൊരിയുന്ന മാതിരിയിൽ കുറഞ്ഞ പിന്നെ നൂല് പോലെ അല്ലല്ലോ ഇത് വരുന്നത്, കട്ടിയിലല്ലേ ഇത്. അപ്പം കടലപ്പൊടി ഉള്ളിൽ വേവാതെ പച്ചയായി കിടക്കും. അപ്പോൾ കടലപ്പൊടി ഒരു ഞാൻ കാണിച്ചു തന്ന അതേമാതിരി കടലപ്പൊടി കൂട്ടാൻ പാടുള്ളൂ. പിന്നെ അതിന് ശേഷം പിന്നെ ഇത് അങ്ങനെ കുറച്ച് കൂട്ടാൻ പാടും. ഇത് നമ്മൾ പിന്നെ വീഡിയോയിൽ കാട്ടി കൊടുക്കുമ്പോഴുള്ള ഭംഗി പോരാ, നമുക്ക് കഴിക്കാനുള്ള നല്ല പിന്നെ സ്മൂത്തായിരിക്കണം. പിന്നെ നല്ല ഞെരിച്ചിലൊക്കെ വേണം. പിന്നെ നമുക്ക് എന്താണ് പിന്നെ നല്ല ക്രിസ്പിയായിട്ട് കഴിക്കണമെന്ന് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാനീ പറഞ്ഞ മാതിരി നമ്മൾ പൊരിച്ചെങ്കിൽ മാത്രമേ ആവൂ. അല്ലാണ്ട് വീഡിയോയിൽ ഭംഗിയായിട്ട് കാട്ടി കൊടുത്തതിനെ കൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ. നമുക്ക് കഴിക്കാനും നല്ലതായിരിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനീ പറഞ്ഞ മാതിരിയിൽ ഞാനൊന്ന് പൊരിച്ച് നോക്കി. അപ്പം എന്നിട്ട് പിന്നെ പൊരിച്ച് നോക്കിയിട്ടില്ല. അപ്പം നമ്മളെ പിന്നെ പൊക്കവട റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റെഡി ആയിട്ടുണ്ട്. പിന്നെ അപ്പോൾ നമ്മളുണ്ടാക്കിയ കടലപ്പൊടി എന്ന് പറഞ്ഞാൽ ഒരുപാട് പിന്നെ കടലപ്പൊടി ഇടരുത്. കടലപ്പൊടി നല്ല സാധനമാണ്, ശരിയാണ്. പക്ഷേ കടലപ്പൊടി ഇതിന് ആവശ്യത്തിനേ പാടുള്ളൂ. അല്ലാണ്ട് ഈ എന്താ വെച്ചാൽ മിച്ചറൊന്നും പൊരിയുന്ന മാതിരിയിൽ കുറഞ്ഞ പിന്നെ നൂല് പോലെ അല്ലല്ലോ ഇത് വരുന്നത്, കട്ടിയിലല്ലേ വരുന്നത്. അപ്പം കടലപ്പൊടി ഉള്ളിൽ വേവാതെ പച്ചയായി കിടക്കും. അപ്പോൾ കടലപ്പൊടി ഒരു ഞാൻ കാണിച്ചു തന്ന അതേമാതിരി കടലപ്പൊടി കൂട്ടാൻ പാടുള്ളൂ. ഇത് നമ്മൾ പിന്നെ വീഡിയോയിൽ കാട്ടി കൊടുക്കുമ്പോഴുള്ള ഭംഗി പോരാ, നമുക്ക് കഴിക്കാനുള്ള നല്ല പിന്നെ സ്മൂത്തായിരിക്കണം. പിന്നെ നല്ല ഞെരിച്ചിലൊക്കെ വേണം. പിന്നെ നമുക്ക് എന്താണ് പിന്നെ നല്ല ക്രിസ്പിയായിട്ട് കഴിക്കണമെന്ന് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാനീ പറഞ്ഞ മാതിരി നമ്മൾ പൊരിച്ചെങ്കിൽ മാത്രമേ ആവൂ. അല്ലാണ്ട് വീഡിയോയിൽ ഭംഗിയായിട്ട് കാട്ടി കൊടുത്തതിനെ കൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ. നമുക്ക് കഴിക്കാനും നല്ലതായിരിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനീ പറഞ്ഞ മാതിരിയിൽ ഞാനൊന്ന് പൊരിച്ച് നോക്കി. ഇതുപോലെ പൊക്കവട ഉണ്ടാക്കിയിട്ട് പിന്നെ എനിക്ക് വേഗം എല്ലാവരും കമൻറ്റ് ഇട്ടുതരിക. നിങ്ങൾ വേഗം തന്നെ പൊക്കവട ഉണ്ടാക്കിയിട്ട് വേഗം എനിക്ക് തിരിച്ച് ഇട്ടുതരിക. ഞാനിവിടെ കാത്തിരിക്കുക. എനിക്ക് എന്നിട്ട് വേണം ചായ.